അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു പൂക്കോട്ടിൻ്റെ പ്രഭാഷണത്തെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ പുതിയ വിശദീകരണം കേൾക്കൂ എന്നൊക്കെയുള്ള മറുപടി കണ്ടു. ഏതായാലും ആ വിശദീകരണത്തിൽ എന്താണുള്ളത്? അപ്പോൾ പൊതുവേ സാധാരണക്കാരോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വിശദീകരണമായിപ്പോയി. അതിൽ മുഖ്യമായും സമസ്തയുടെ ആധികാരികമായി ഇറക്കിയ പുസ്തകത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറിപ്പോയി. താൻ പോലും പത്രാധിപരായിരുന്ന പ്രസാധക സമിതിയിലുള്ള ആ ഒരു പുസ്തകത്തെ തള്ളിപ്പറയുന്നത് പോലെയായി തോന്നിയത്. ഏതായാലും അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്തു പോട്ടെ. അതിന് പുറമെ മറ്റൊരു പുസ്തകത്തിൽ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ സൂചിപ്പിക്കപ്പെട്ട മറ്റൊരു കാര്യം, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു സംഗതിയുണ്ട്. സമസ്തയുടെ ഈ പതാക വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ അവിടുന്ന് മഹ്ദി ഇമാമിൻ്റെ കയ്യിലേക്ക് എത്തിക്കണേ എന്ന് ചെയ്ത ഒരു ദുആയെ സംബന്ധിച്ച് അതിനെയും ഇദ്ദേഹം നിഷേധിക്കുന്നത് കൊണ്ടു. നമ്മളിതൊക്കെ സതുദ്ദേശത്തോടു കൂടെ തന്നെയാണ് പറയുന്നത്. അതിൽ പ്രത്യേകം പറയുന്നൊരു വിഷയം കൂടി ഐക്യത്തിനെക്കുറിച്ചും ഒന്നിച്ചു പോവേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വിവാദങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിവാദങ്ങൾ ഇതെന്തിന് വിവാദമാക്കി? ഇതിപ്പോൾ ഇദ്ദേഹം പട്ടിക്കാട് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയില്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ വിവാദങ്ങളിലെ കോലാഹലങ്ങളില്ല. മുന്നേ പറയപ്പെടുന്ന സംഭവമാണ്. അത് ആ രീതിക്ക് അങ്ങനെ തന്നെ കണ്ട് അങ്ങനെ പോകും. പൂക്കോയത്തങ്ങളുടെ കറാമത്തായിട്ട് അതിനെ വിലയിരുത്തും. ആ ഒരു കറാമത്തിന് അങ്ങനെ തന്നെ കാണുകയും ചെയ്യും. ബർക്കത്ത് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു പിന്നെ ആ സ്ഥാപനം ഉയർന്നു വരാതിരിക്കുക എന്നുള്ളത് അതൊരു സംഭവം തന്നെയല്ലേ? തങ്ങൾ പാപ്പാൻ്റെ കറാമത്ത് തന്നെയല്ലേ? അതെന്ത് ചോദിക്കാനാ? പക്ഷേ അതിനെ വിവാദമാക്കി. പിന്നെ തങ്ങൾ പാപ്പാൻ്റെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാൻ്റെ ദുആയെ സംബന്ധിച്ച് അതിനെക്കുറിച്ചൊന്നും ഒരാൾ പോലും സംശയം പറയാത്തൊരു സംഗതി മഹാനായ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ശിഷ്യന്മാർ കേട്ടവർ പലരും അതിനെക്കുറിച്ച് പറയുകയും അത് ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ തന്നെ പറഞ്ഞതായി പലരും ഉദ്ധരിക്കുകയും ചെയ്തു. സമസ്തയുടെ മുശാവറ പ്രായം ദാരിമി ഉസ്താദ് പറയുന്ന ഒന്ന് കേട്ടു. ഇത് ബഹുമാനപ്പെട്ട വരക്കൽ വാലവി മുല്ലക്കോയ തങ്ങൾ മഹാനവറുകള് അന്ന് ദുആ ചെയ്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു ഞങ്ങളോടൊക്കെ ദർസിൽ വെച്ച് പറഞ്ഞതാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ടോ. എന്താ പറഞ്ഞത്? ഈ മഹത്തായ പതാക ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി തങ്ങളിലേക്ക് കൈമാറണേ എന്ന് ദീർഘനേരം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തു എന്ന് സമ്മേളനത്തിൽ കേട്ടതല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മഹാനവറുകള് ദർസ് നടത്തുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞതാണ്. ഇപ്പൊ ചില ആൾക്കത് കേട്ടിട്ടില്ലെങ്കിൽ ചെവിക്കെന്തോ തകരാറുണ്ടാകും. ആ തകരാറ് ചികിത്സിച്ച് മാറ്റണമെന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? ഈ പതാക മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് പതാകയുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് പതാകയുണ്ടോ എന്ന് ചോദിക്കുന്നത് പതാക എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ കയറ് പിടിക്കണമെന്ന്, എന്നിട്ട് ഒറ്റക്കെട്ടാകണമെന്ന്. എവിടെയാ കയറുള്ളത്? ആ കയറെന്ന് കാണിച്ചു തരുമോ? ഖുർആൻ പറഞ്ഞതല്ല ആ കയറ്. ആ കയറ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ആശയമാണത്. ആശയമാണ് തൗഹീദിന്റെ ആശയമാണ് ആ കയറ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് ആർക്കാണ് അതറിയാത്തത്? അത് തന്നെയാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ദുആ ചെയ്തത്. ഈ പതാക എന്ന് പറഞ്ഞാൽ ഇക്കാണുന്ന ഉയർത്തുന്ന കൊടിയല്ലറോ. ആ പതാക എന്ന് പറഞ്ഞാൽ ഈ ആശയമാണ്, ഈ പ്രസ്ഥാനാണ്. ആ പ്രസ്ഥാനത്തിനും ആശയത്തിനും തെളിയിക്കപ്പെടേണ്ടത് ഒരു കൊടിയിൽ കൂടെയല്ല, മറിച്ച് ആശയം അനുസരിച്ച് ജീവിക്കുന്ന ലക്ഷോപലക്ഷം മോമിനീങ്ങളെ കൊണ്ടാണ്. ആ മോമിനീങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി തങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്നവരാക്കണേ എന്നാണ് ബഹുമാനപ്പെട്ട മഹ്ദി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തതിന്റെ അർത്ഥമെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? മനസ്സിലാവാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറുണ്ടാകും. കണ്ടില്ലേ എത്ര കൃത്യമാണ്? വഹാബി മതത്തിലായിരുന്നു നമ്മൾ ഇതൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ഇത് ക്രമേണ നമ്മിലേക്കും കടന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. തങ്ങളുടെ സാധൂകരണത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമസ്തയെയും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളെയും പലതിനെയും തള്ളിപ്പറയേണ്ട ഒരവസ്ഥ എത്ര ഖേദകരമാണ്. അതുകൊണ്ട് ചിന്തിക്കുക. ഇനി അങ്ങോട്ടെങ്കിലും ഒത്തൊരുമിച്ച് പോകാനും നന്മയ്ക്ക് വേണ്ടിയും നിലകൊള്ളാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.